Hello students. So in the last videos we were discussing about different chart patterns. So now we have covered the reversal patterns which includes head and shoulders, double bottoms and double tops. And now we are continuing with the continuation pattern, and in that we have already discussed about triangles. Now in this video we'll be covering two of the continuation patterns, namely flags and pennants. So we know that continuation patterns are a pause in a particular trend. Whatever be the trend, ആ ട്രെൻഡിന്റെ സമയത്ത് വരുന്ന ഒരു പോസ് സിറ്റുവേഷൻ ആണ്, ഒരു സ്റ്റോപ്പ് എന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ കണ്ടിന്യൂഷൻ പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോസ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ആ പാറ്റേണിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രെൻഡ് ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ വാട്ട് എവർ ബി ദ ട്രെൻഡ്. അത് ബുള്ളിഷ് ആണെങ്കിൽ ബുള്ള് തന്നെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ബെയറിഷ് ആണെങ്കിൽ ബെയർ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു കണ്ടിന്യൂഷന്റെ സമയത്ത് ഈ പാറ്റേണുകൾ ഫോം ചെയ്യുന്നതിന്റെ ഡിഫറൻസ്. അപ്പോൾ ചിലപ്പോൾ അതൊരു ട്രയാങ്കിൾ പാറ്റേണിലായിരിക്കും. ആ ട്രയാങ്കിളിൽ തന്നെ ചിലപ്പോൾ അത് സിമെട്രിക്കൽ, അസെൻഡിങ്, ഡിസെൻഡിങ് ഒക്കെ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിനകത്ത് പെനറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇതോടെ നമ്മൾ ആ കണ്ടിന്യൂഷൻ പാറ്റേൺ അവസാനിപ്പിക്കുക. അതിനകത്ത് വെഡ്ജസ് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്, സിമിലർ ടു ഫ്ലാഗ്സ് ആണ്. അതുകൊണ്ട് if you get you can read further about that. So coming over to pennants. Pennants are continuation patterns where a period of consolidation is followed by a breakout used in technical analysis. ഒരു ബ്രേക്ക്ഔട്ടിലേക്ക് നമ്മുടെ കണ്ടിന്യൂഷൻ പാറ്റേണിൽ വരുന്ന ഒരു പോസ് എന്ന് പറയുന്ന ഒരു കൺസോളിഡേഷൻ, ഒരു സമയത്ത് പെട്ടെന്നെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിൽക്കാം. ആ സ്ഥലത്ത് ഒരു ബ്രേക്ക്ഔട്ട് വരികയാണ്, ഫോളോഡ് ബൈ എ ബ്രേക്ക്ഔട്ട്. പെട്ടെന്നൊരു ബ്രേക്ക്ഔട്ടിലേക്ക് അത് മാറുകയാണെങ്കിൽ അതാണ് നമ്മൾ പെനറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെനറ്റ്സ് ആർ ഡ്രോൺ വിത്ത് ടു ട്രെൻഡ് ലൈൻസ് ദാറ്റ് ഇവൻച്വലി കൺവേർജ്. ജോയിൻ ചെയ്യുന്ന രണ്ട് ട്രെൻഡ് ലൈൻസ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ ശരിക്കും സിമെട്രിക്കൽ ട്രയാങ്കിളിന്റെ ഒരു ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ പാറ്റേണിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന, പക്ഷെ സിമെട്രിക്കൽ ട്രയാങ്കിളിൽ നമ്മളത് ജോയിൻ ചെയ്യുന്നില്ല. ട്രയാങ്കിളിന്റെ ഷേപ്പ് നമ്മൾ പറയുന്നേ ഉള്ളൂ. ഇതിനകത്ത് അത് കൺവേർജ് ചെയ്യാണ്, രണ്ട് ട്രെൻഡ് ലൈൻസ് കൂടിയിട്ട് മീറ്റ് ചെയ്യാണ്. അങ്ങനെയാണ് പെനറ്റ്സ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളത് പെനറ്റ്സ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. A key characteristics of pennant is that the trend lines move in two directions. That is, one will be a down trend line and the other an up trend line. ഇപ്പോൾ മുകളിലുള്ളത് ഡൗൺ ട്രെൻഡിലേക്കും താഴെയുള്ളത് ലോവർ ലെവലിലുള്ളത് അപ്പ് ട്രെൻഡിലേക്കും കാണിക്കുന്ന ഇത് നമ്മുടെ സിമെട്രിക്കൽ ട്രയാങ്കിളിന് അതേപോലെ തോന്നിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻസ് ആണ് ഈ പെനറ്റ്സിന് ഉണ്ടാവുക. Often volume will decrease during the formation of pennants, followed by an increase when price eventually break out. അപ്പോൾ ഈ ഒരു സിറ്റുവേഷന്റെ സമയത്ത് വോളിയം ട്രേഡഡ്, അതായത് എത്ര ഷെയർസ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, ആ പെർട്ടിക്കുലർ പ്രൈസിൽ എത്ര ഷെയർസ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ വോളിയം ഈ പെനറ്റ്സിന്റെ സമയത്ത് ഡിക്രീസ് ചെയ്യും. ആൻഡ് അത് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടാകുന്ന സമയത്താണ് അത് ഇൻക്രീസ് ചെയ്യുക. In the figure, നമ്മൾ ഇനി അടുത്ത കാണാൻ പോകുന്ന ഫിഗറിൽ the flagpole represents the previous trend higher. The period of consolidation forms a pennant patterns and the traders watch for a breakout from the upper trend line of the symmetrical triangle. ഇതാണ് നമ്മുടെ പെനറ്റിന്റെ ചാർട്ട്. അപ്പൊ ഈ ഫ്ലാഗ് പോളിൽ നിന്നും നമ്മൾ എന്താണ് ഒരു ഹൈയിലേക്ക് പോകുന്നു. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് എ ബുള്ളിഷ് ട്രെൻഡ് ആണ് ഉള്ളത്. കാരണം ഇത് ഇങ്ങനെ മുകളിലേക്ക് വരികയാണ്. ഇത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആണ്. ഇതിങ്ങനെ ഒരിക്കലും സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരില്ല. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ബുള്ളിഷ് ട്രെൻഡ് ആയിട്ടാണ് കാണിക്കുക. അങ്ങനെ ഈ ബുള്ളിഷ് ട്രെൻഡിന്റെ ഒരു കണ്ടിന്യൂഷനിൽ തന്നെ ഇത് നമുക്കൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ ഇവിടെ ഫോം ചെയ്യാണ്. ഈ കണ്ടിന്യൂഷൻ പാറ്റേണിൽ ഇങ്ങനെ ഒരു ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമേഷനെ നമുക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത സിമെട്രിക്കൽ ട്രയാങ്കിളിനോട് നമുക്ക് കമ്പയർ ചെയ്യാം. പക്ഷെ സിമെട്രിക്കൽ ട്രയാങ്കിൾ നമ്മൾ ഇന്നലത്തെ ചിത്രങ്ങൾ ഓർത്താൽ മനസ്സിലാവും, ഇറ്റ് വോണ്ട് ബി കൺവേർജിങ്. ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ ഇത് ടച്ച് ചെയ്തുകൊണ്ട് രണ്ട് ട്രെൻഡ് ലൈൻസും ടച്ച് ചെയ്തുകൊണ്ട് മേലെന്ന് ഡൗൺവേർഡിലേക്കും താഴത്തുള്ളത് ലോവർ ലെവലിലുള്ളത് അപ്വേർഡിലേക്കും പോകുന്ന ഈ ട്രെൻഡ് ലൈൻ കൺവേർജ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് പെനറ്റ്സ് പറയുന്ന ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നത്.
അതിനുശേഷം അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം ട്രേഡഡ്, ഈ പെനറ്റ്സ് വരുന്ന സമയത്ത് വോളിയം ട്രേഡഡ് എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുമ്പോഴാണ്, അതായത് ഈ ഒരു ഹൈയിൽ നിന്ന് മേലോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മൾ അതിനൊരു ബ്രേക്ക് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. കാരണം ഈ രണ്ട് ലോ വന്നു, പിന്നെ അത് കൂടി ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തത് അങ്ങോട്ട് മേലോട്ടേക്കാണ് പോകുന്നതെങ്കിൽ, ഓക്കെ, എപ്പോഴും ചിന്തിക്കുക ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സാധനമാണ്, ഇതിങ്ങനെ മേലോട്ടേക്കല്ല പോവുക, ഇതിങ്ങനെ ഇങ്ങനെ 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 ചെരിഞ്ഞാണ് മേലോട്ടേക്ക് പോവുക. അങ്ങനെ പോകുമ്പോൾ ആ ബ്രേക്ക് ഔട്ടിലാണ് നമുക്ക് വോളിയം ട്രേഡഡ് കൂടുക. ഈ ഒരു സ്ഥലത്ത് എപ്പോഴും വോളിയം ട്രേഡഡ് കുറവായിരിക്കും, വോളിയം ഓഫ് ഷെയർസ് ട്രേഡഡ് കുറവായിരിക്കും. ഇതാണ് പെനറ്റ്സ് എന്ന് പറയുന്ന പാറ്റേൺ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ ഫ്ലാഗ്സ് പറയാണ്. ഫ്ലാഗ് is a price pattern that in a shorter time frame moves counter to the prevailing price trend observed in a longer time frame on a price chart. അതായത് നമ്മുടെ ഒരു ലോങ്ങർ ട്രെൻഡ്, ഏതോ ഒരു ലോങ്ങർ ട്രെൻഡ് ഉണ്ട്, ഇറ്റ് ക്യാൻ ബി ഐദർ ബുള്ളിഷ് ഓർ ബാരിഷ്, ഒരു ലോങ്ങർ ട്രെൻഡ് ഉണ്ട്. ആ ലോങ്ങർ ട്രെൻഡിന്റെ ഇടയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ റിവേഴ്സ് പാറ്റേൺസിൽ പറഞ്ഞ പോലെ, റിവേഴ്സ് പാറ്റേൺസിലെ പക്ഷെ എന്താണ്, ട്രെൻഡ് മൊത്തം അങ്ങ് മാറും. പക്ഷെ ഇത് എങ്ങനെയാ വെച്ചാൽ ട്രെൻഡ് മാറില്ല, പക്ഷെ ട്രെൻഡ് മാറുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഒരു റിവേഴ്സൽ ടെൻഡൻസി കാണിക്കുന്ന ഒരു ട്രെൻഡ് അവിടെ വരികയാണ്. അതിനുശേഷം വീണ്ടും അത് പഴയ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇൻ എ ഷോർട്ടർ ടൈം ഫ്രെയിം മൂവ്സ് കൗണ്ടർ ടു ദ പ്രിവെയിലിംഗ് ട്രെൻഡ്. എന്താണോ എക്സിസ്റ്റിംഗ് ട്രെൻഡ് ഉണ്ടായിരുന്നത്, ബുള്ളാണെങ്കിൽ എക്സിസ്റ്റിംഗ് ട്രെൻഡ് ബുള്ളാണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഒരു ബെയറിഷ് ട്രെൻഡ് കാണിക്കുന്ന പോലെ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു പാറ്റേൺ രൂപപ്പെടുകയും അതിനുശേഷം വീണ്ടും അത് എന്തായിരുന്നോ ആദ്യത്തെ ട്രെൻഡ് അതിലേക്ക് അത് പോവുകയാണ് ചെയ്യുക. ഇതാണ് ഫ്ലാഗ്സിന്റെ പ്രത്യേകത. ഇതിനെ ഫ്ലാഗ്സ് എന്ന് പറയുന്നത് the way it reminds a viewer of a flag on a flagpole. ഇങ്ങനെ കാറ്റത്ത് പറക്കുന്ന ഒരു ഫ്ലാഗ് പോളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. ഫ്ലാഗ്സ് ആർ ഏരിയാസ് ഓഫ് ടൈറ്റ് കൺസോളിഡേഷൻ ആൻഡ് പ്രൈസ് ആക്ഷൻ ഷോയിങ് എ കൗണ്ടർ ട്രെൻഡ് മൂവ് that follows directly after a sharp directional movement in price. അപ്പോൾ ഒരു കൺസോളിഡേഷൻ ആണ് അവിടെ കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുകയാണ്. ഷോയിങ് എ കൗണ്ടർ ട്രെൻഡ്, അതായത് തിരിച്ച് എന്താണോ എക്സിസ്റ്റിംഗ് ലോങ് ട്രെൻഡ് ഉള്ളത് അതിന് കൗണ്ടർ ആയിട്ട് ഒരു ട്രെൻഡ് കാണുകയും ദാറ്റ് ഫോളോസ് ഡയറക്ട്ലി ആഫ്റ്റർ എ ഷാർപ്പ് ഡയറക്ഷണൽ മൂവ്മെന്റ് ഇൻ പ്രൈസ്. പ്രൈസിൽ ഒരു ഷാർപ്പ് ഡയറക്ഷണൽ മൂവ്മെന്റിന് ശേഷം, അതായത് പിന്നെ പെട്ടെന്നൊരു ഹൈക്ക് വരുന്നു, അപ്പൊ ബുള്ളിഷ് ആണെങ്കിൽ പെട്ടെന്നൊരു ഹൈക്ക്, നല്ല ഹൈക്ക് വരുന്നു, എന്നിട്ട് പിന്നെ ഒരു കൺസോളിഡേഷൻ, ഒരു സംശയത്തിന്റെ ഒരു പോസിന്റെ സിറ്റുവേഷൻ, അപ്പോൾ കൂടെയും കുറെയൊക്കെ ചെയ്തിട്ട് ഒരു ഫ്ലാഗിനെ പോലെ പാറി പറക്കുന്ന ഒരു ഫ്ലാഗിനെ പോലെ ഒരു ഇൻഡിക്കേഷൻ തരികയും ചെയ്യുന്ന ഒരു പാറ്റേണിനെയാണ് നമ്മൾ ഫ്ലാഗ് പറയുന്നത്. ഫ്ലാഗ് പാറ്റേൺസ് ക്യാൻ ബി ഐദർ അപ്വേർഡ് ട്രെൻഡിങ് ആവാം, അത് ബുള്ളിഷ് ഫ്ലാഗ് ആണ്, അല്ലെങ്കിൽ അതിനെ ഡൗൺവേർഡ് ട്രെൻഡിങ് ബാരിഷ് ഫ്ലാഗ് എന്ന് പറയാം. The bottom of the flag should not exceed the midpoints of flagpole that preceded it. അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഒരു ഫ്ലാഗിന്റെ അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നതിന്റെ ബോട്ടം അതെന്താവരുത്, ഷുഡ് നോട്ട് എക്സീഡ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ഫ്ലാഗ് പോൾ ദാറ്റ് പ്രിസീഡഡ്. ഇതിന് തൊട്ട് മുമ്പുള്ള ഫ്ലാഗ് പോളിന്റെ മിഡ് പോയിന്റിനേക്കാൾ കുറവാവരുത്. ഇത് നമുക്ക് ബുള്ളിഷിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഇതാണ് ഒരു ബുള്ളിഷ് ഫ്ലാഗിന്റെ എക്സാമ്പിൾ. ഇത് കണ്ടോളൂ. ഇങ്ങനെ ഒരു ഷാർപ്പ് ഹൈക്കിന് ശേഷം, ഇങ്ങനെ പെട്ടെന്നൊരു ഹൈക്ക് വരികയാണ്, ഹൈക്കിന് ശേഷം ഇവിടെയാണ് നമുക്ക് ഫ്ലാഗിന്റെ പാറ്റേൺസ് കാണാൻ സാധിക്കുക. ഈ ഫ്ലാഗ് പാറ്റേൺസിൽ ഇങ്ങനെ ഫ്ലാഗ് ഒരു കാറ്റത്ത് ഇങ്ങനെ പറക്കുന്ന പോലെ ഒരു ഫ്ലാഗ് വരികയും അതിനുശേഷം ഇപ്പൊ ഇവിടെ നമുക്കൊരു പെട്ടെന്ന് കാണുമ്പം ഇത് ഇത് റിവേഴ്സിലേക്ക് പോവാണോ എന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു കൗണ്ടർ ട്രെൻഡാണ് ഇതിന്, ഈ ഒരു സിറ്റുവേഷന്റെ ഒരു കൗണ്ടർ ട്രെൻഡിനെ കാണിക്കുന്നു. എന്നിട്ട് പക്ഷെ ആ എക്സിസ്റ്റിംഗ് ട്രെൻഡ് എന്താണോ അത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ലോവർ പാർട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിന്റെ അവസാനം എന്ന് പറയുന്ന ലാസ്റ്റ് പ്രൈസ് ഇതിനേക്കാൾ താഴാൻ പാടില്ല. അതായത് ഈ ഒരു തൊട്ട് പ്രീസീഡ് ചെയ്യുന്നതിന്റെ ഫ്ലാഗ് പോയിന്റിന്റെ മിഡ് പോയിന്റിനേക്കാൾ താഴാൻ പാടില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു പറക്കുന്ന ഫ്ലാഗിന്റെ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂഷൻ പാറ്റേണിൽ ഇങ്ങനെ ഒരു സാധനം വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയും, ബുള്ളിഷ് ഫ്ലാഗ് ആണ്, അല്ലെങ്കിൽ ഫ്ലാഗ് പാറ്റേൺ എന്നാണ് പറയാം. അത് ബുള്ളിഷ് ട്രെൻഡിൽ വരുമ്പോൾ അതിനെ ബുള്ളിഷ് ഫ്ലാഗ് എന്ന് പറയും. ദെൻ ബെയറിഷ് ഫ്ലാഗ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിങ്ങനെ താഴ്ന്ന് വരികയാണ്, ഒരു ബെയറിഷ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ആ ബെയറിഷ് ടെൻഡൻസിയിൽ പിന്നെ അതൊരു ഫ്ലാഗ് ഫോർമേഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ബെയറിഷ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ ഇറ്റ് സ്റ്റാർട്ട് അഗെയിൻ, ഇത് പിന്നെയും താഴത്തേക്ക് തന്നെ
പോവാൻ തുടങ്ങുകയാണ്, ബെയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷെ ഇവിടെ മാത്രം ഒരു കൗണ്ടർ ട്രെൻഡിനുള്ള ഒരു ഇൻഡിക്കേഷൻ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇതൊരു കൗണ്ടർ ട്രെൻഡ് ഇൻഡിക്കേഷൻ മാത്രമാണ്, ഇത് പഴയ ട്രെൻഡ് എന്താണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സ് ഈ ഫ്ലാഗ് പാറ്റേൺ ഫോർമേഷനിലൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂഷൻ പാറ്റേണിൽ നമ്മളിപ്പം ട്രയാങ്കിളും ഫ്ലാഗും പെനൻസും ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ അകത്ത് വെഡ്ജസ് പറയുന്ന സാധനമുണ്ട്, സിമിലർ ടു ഫ്ലാഗ് ആണ്, ജസ്റ്റ് റീഡ് വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടേക്കിംഗ് ടൈം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂഷൻ പാറ്റേൺസിനെ ഇവിടെ നിർത്താണ്. ബാക്കിയുള്ള പാറ്റേൺസ് ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.